जय राधा माधव जय कुंज बिहारी जय गोपीजन वल्लभ गिरिवरधारी जय गोपीजन वल्लभ गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि वनचारि जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव जय राधा माधव माधव जय जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय जय प्रभुपाद जय जय प्रभुपाद परमहंस परिव्रजकाचार्य अष्टोत्तरशत श्रीमत् हे चरणारविंद भक्ति वेदांत स्वामी की अनंत कोटि वैष्णव वृंद की नमाचार्य श्री गुरु परमात्मा ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकयां चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीमनोभीष्टं स्थापितं येन भूतले स्वयं रूपगदामख्यं ददाति सपदान्तिकम् देहं श्रीगुरोः श्रीतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिणसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखानितांश्च नमो विष्णुपाद कृष्णपृष्ठाय भूतले स्वामिनामनि नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशादिदशारणे हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते भक्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभान सुदेवी नमामि हरिप्रियं जाकल्पतरुष कृपा सिंधु भगवानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गदाधर श्रीवासदि गौर भक्तवृंदा हरे कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। എല്ലാ ഭക്തജനങ്ങൾക്കും ഈ സായാഹ്ന ഭഗവത്ഗീത ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 5. ശ്ലോകം നഹി കശ്ചിത് ക്ഷണമപി ജാതുദുഷ്ട്യത്ത കർമ്മകൃത് കാര്യദേഹ്യം ഡെയിലി ഉണ്ടല്ലോ ഒരു ഭഗവത്ഗീത ക്ലാസ് ഡെയിലി ഉണ്ടല്ലോ. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠ്യത്ത കർമ്മകൃത് കാര്യദേഹി വശഃ കർമ്മ സർവപ്രകൃതിചേർഗുണൈ. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠ്യത്ത കർമ്മകൃത് കാര്യദേഹി വശഃ കർമ്മ സർവപ്രകൃതിചേർഗുണൈ. ആർക്കെങ്കിലും ശ്ലോകം
പാരായണം ചെയ്യണമെങ്കിൽ ചെയ്യാം, ബുക്ക് ഉണ്ടെങ്കിൽ. ഞാൻ വായിക്കാം പ്രഭുജി. വായിക്കും മുത്തശ്ശി. നഹി കർഷിക്ഷണം അഭിജാതു തിഷ്ടത്യ കർമ്മകർ കാര്യദേഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. വേറെ ആരെങ്കിലും? ശരി, വേറെ എല്ലാം തോന്നുന്നു. അപ്പോ നമുക്ക് പദാനുപത വിവർത്തനം നോക്കാം. കശ്ചിത് ഒരാൾ, ക്ഷണമപി ക്ഷണനേരമെങ്കിലും, ജാതു ഒരിക്കലും, അകർമ്മകൃത് അകർമ്മകൃത്തായി കർമ്മം ചെയ്യാത്തവനായി, നതിഷ്ഠതി സ്ഥിതി ചെയ്യുന്നില്ല, ഹി എന്തെന്നാൽ, പ്രകൃതിജയ് പ്രകൃതിജങ്ങളായ, ഗുണൈ ഗുണങ്ങളാൽ, സർവ എല്ലാവരും, അവശഃ അവശനായിട്ട്, കർമ്മ കർമ്മം, ഭാരതേ ചെയ്യപ്പെടുന്നു. വിവർത്തനം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുള്ളതാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഭാവാർത്ഥം വിശള പ്രഭുപാദയ്ക്ക് ജയ്. ഭാവാർത്ഥം. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ഇളകാൻ കഴിയില്ല. സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ടുന്ന ഒരു ജഡവാഹനമാണ് ശരീരം. അതുകൊണ്ട് കൃഷ്ണാബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. എന്നാൽ കൃഷ്ണാബോധപരമായ തന്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്തു തന്നെയായാലും നന്മയ്ക്കായി ഭവിക്കൂ. ശ്രീമദ് ഭാഗവതം 1.5.17 പറയുന്നു, ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരിർ ഭജന്ന ഭക്തോ അഥ പഥേത് തതോ യതി യത്ര ക്വ അഭാവ അഭദ്രം ഭൂതമുഷ്യകിം കോ ആർത്ഥാബ്ദോ അപചിതാം സ്വധർമ്മതഃ. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്നിരിക്കട്ടെ, അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുകയോ ദോഷമുണ്ടാവുകയോ ചെയ്യുകയില്ല. മറിച്ച് കൃഷ്ണാവബോധം ഉദിച്ചിട്ടുള്ള ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അപ്പോൾ കൃഷ്ണാബോധത്തിൽ ഈ നിലയിലെത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാബോധമാകുന്ന അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേയുള്ളൂ. കൃഷ്ണാബോധമില്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഇത് വളരെ ഒരു വിശേഷപ്പെട്ട ശ്ലോകമാണ്. പലരുടെയും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാനായിട്ട് സഹായിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുള്ളതാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതരാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. നമ്മൾ പലരും വിചാരിക്കും എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക, അല്ലേ? ചെയ്താലേ പ്രശ്നമുള്ളൂ. പക്ഷെ ഭഗവാൻ തന്നെ പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവിന് പോലും ഒരിക്കലും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. ഒരു ക്ഷണം പോലും വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. കാരണം ഈ സക്രിയത അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, പ്രവൃത്തി ചെയ്യുക എന്നുള്ള ഒരു സ്വഭാവവിശേഷം എല്ലാ ജീവാത്മാവിന്റെയും ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അതിപ്പോ ശരീരത്തിൽ പ്രവേശിച്ചാലും ശരി, ആത്മാവ് ശരീരത്തിൽ അല്ലെങ്കിൽ ശരി, ഈ ജീവാത്മാവിന്റെ ഒരു മൂലസ്വരൂപം, എന്താ പറയുക, മൂലസ്വഭാവം, അഗ്നിയുടെ സ്വഭാവം ചൂടും വെളിച്ചവുമാണ് എന്ന് പറയുന്ന പോലെ, അല്ലെ? മഞ്ഞിന്റെ സ്വഭാവം തണുപ്പാണ് എന്ന് പറയുന്ന പോലെ
ഓരോ ജീവാത്മാവിന്റെയും സ്വാഭാവികമായിട്ടുള്ളൊരു ഗുണത്തിൽപ്പെട്ടതാണ് ഈ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. സക്രിയത്വം എന്ന് പറയുന്നത് അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ അല്ലെ. പക്ഷെ നമ്മൾ നിഷ്ക്രിയം എന്നോട് പറഞ്ഞാൽ പോലും ഓരോ നിമിഷം നമ്മുടെ ശരീരം നമ്മൾ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരിടത്ത് പിടിച്ച് വെച്ച് വെറുതെ ഇരുന്നാൽ തന്നെയും നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ അകത്തുള്ള അല്ലെ അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ ഒരു 10 നിമിഷം കൊണ്ട് തന്നെ അത് അമേരിക്കയിൽ പോയി തിരിച്ചു വരും അല്ലെ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി തിരിച്ചു. അത്രയും ഒരു വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ദ്രിയം കൂടിയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കുക എന്നുള്ളത് ഒരു സാധ്യമായിട്ടുള്ള കാര്യമല്ല. അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രകൃതിയില് ഈ ത്രിഗുണങ്ങളിൽ പ്രഭാവത്തിൽപ്പെട്ടാണ് ഓരോ ജീവാത്മാക്കളും പ്രവർത്തിക്കുന്നത്. ഓരോ ജീവാത്മാക്കൾ അവരുടെ ഇച്ഛ അനുസരിച്ചിട്ട് അവരുടെ ഇച്ഛ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഉണ്ടാവുമ്പോൾ പരമാത്മാവിന്റെ അനുവാദത്തോടു കൂടി പ്രകൃതിയിലെ ഈ ത്രിഗുണങ്ങൾ വഴി ആണ് പ്രവൃത്തികൾ നടക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ. അപ്പൊ ഒരിക്കലും ഒരു ജീവാത്മാവിന് പ്രവൃത്തി എടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിഷ്ക്രിയനായിട്ടിരിക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ശരീരത്തിനൊരു പേര് പറയുന്നുണ്ട് അല്ലെ, ക്ഷേത്ര അല്ലെ. ക്ഷേത്ര എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? ആരെങ്കിലും പറയാമോ? ക്ഷേത്ര അല്ലെങ്കിൽ ക്ഷേത്രം എന്ന വാക്കിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്? ശരീരം. ശരീരം. വേറെ? ക്ഷേത്രം എന്നാൽ സ്ഥലം എന്നർത്ഥം അല്ലെ. ഭഗവാന്റെ ചൈതന്യം. ക്ഷേത്രം, അതെ. ക്ഷേത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്പലം അല്ലെ, അതിന് ക്ഷേത്രം. പക്ഷെ ശരിക്കും സംസ്കൃതത്തിൽ ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുണ്ട് അതിന്, കൃഷിസ്ഥലം എന്നാണ്. ആ ക്ഷേത്ര എന്നുള്ള വാക്കിൽ നിന്നാണ് ഖേത്ത് എന്നുള്ള ഹിന്ദു വാക്കൊക്കെ ഉണ്ടായെന്ന് പറയാം. ക്ഷേത്രം വെച്ചാൽ കൃഷിസ്ഥലം അല്ലെ. അതായത് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടാലൻസ് പ്രാക്ടീസ് ചെയ്യാനും കാണിക്കാനും ഉള്ള ഒരു സ്റ്റേജ് ആണ് ഈ ഭൗതിക ലോകം. ഭൗതിക ലോകത്തിൽ നമുക്ക് തന്ന ഈ ശരീരവും അത് തന്നെയാണ്. നമ്മൾ ശാസ്ത്രാനുഷ്ഠിതമായിട്ടുള്ള പ്രവൃത്തികൾ ആചാര്യന്മാരുടെ ഗൈഡൻസിൽ അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഭക്തി സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നല്ലോണം പെർഫോം ചെയ്തിട്ട് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലാതെ ഈ ശരീരം വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ശരീരം വെച്ച് വെറുതെ ഇരിക്കാൻ പറ്റുമോ തോന്നുന്നുണ്ടോ? അവിടെ ഈ ശരീരം എന്തിനാ തന്നിരിക്കുന്നത്? ക്ഷേത്രം. അതായത് സാധാരണ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു പിതാവ്, ധനികനായിട്ടുള്ള ഒരു പിതാവ് പുത്രന് ഒരു മൂലധനമായിട്ട് കുറച്ച് കൃഷിഭൂമി കൊടുത്തിട്ട് ഇവിടെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് നീ സമ്പന്നനായി നിന്റെ ജീവിതം നീ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളൂ ഒരു ഉയർന്ന നില എത്തിക്കോളൂ എന്ന് പറഞ്ഞ ഒരു പിതാവ് കൊടുക്കുമ്പോഴാണ് ഭഗവാൻ നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ഈ പ്രത്യേകിച്ചും ഈ മനുഷ്യ ശരീരം അല്ലെ. ദുർലഭോ മാനുഷോദേഹോ ദിഗനാം ക്ഷണഭംഗുരം തത്രാപി ദുർലഭമന്യേ വൈകുണ്ഠ പ്രിയദർശനം. ഈ മനുഷ്യദേഹം വളരെ വളരെ ദുർലഭമാണ്. 84 ലക്ഷം ജീവരാശികളിൽ കൂടെ പലതവണ കടന്നുപോയ ശേഷം മാത്രമാണ് ഒരു മനുഷ്യശരീരം കിട്ടുക. മനുഷ്യശരീരം ഏത് സമയവും താഴെ പതിക്കാം, നമുക്കറിയില്ല അല്ലെ. നമുക്ക് ഒരു നിശ്ചയമില്ല എപ്പോഴാണ് ഈ ശരീരം നിലം പതിക്കുന്നത് നമുക്ക് അറിയില്ല. നമ്മളിന്ന് കാണുന്ന വാർത്തകളെല്ലാം അങ്ങനെയാണ് അല്ലെ. ഓരോ നിമിഷവും അല്ലെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. കലിയുഗത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഓരോ അടിവെപ്പിലും ഓരോ ചുവടിലും നമ്മൾ എന്താ പറയാ ദുരന്തങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും ഒക്കെയാണ് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നത്. അതായത് നമുക്ക് പറയാം ഒരു അതിഘോര വനം അല്ലെ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ആമസോൺ വനാന്തരങ്ങളിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നതും വളരെ വിചിത്രമായ ജീവികളെ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ വിചിത്രമായ ചെടികൾ നമ്മളെ ഭക്ഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള അല്ലെ, മനുഷ്യനെ ഭക്ഷിക്കുന്നതായിട്ടുള്ള പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഒരു എന്താ പറയാ ആമസോൺ വനാന്തരത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ.
ഓരോ നിമിഷവും അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അടുത്ത് എന്താ പറയാ, കൊക്കയാണോ, കുലം കുത്തിയൊഴുകുന്ന നദിയാണോ, ആ, വെള്ളച്ചാട്ടമാണോ, അല്ലെങ്കിൽ ഘോര മൃഗങ്ങളാണോ, പല കൈകളും കാലുകളും ഉള്ള വിചിത്ര മൃഗങ്ങളാണോ വരാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഘോരവനത്തിൽ കൂടെ അല്ലേ നമ്മൾ രാവിലെ പാടാറുണ്ട്, സംസാരതാവ ലോക ത്രണായ കാരുണ്യ ഘന ഘന ത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാനവസ്യ വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം. ഇതൊരു കാട്ടുതീ, വെറും കാട് മാത്രമല്ല, കാട്ടുതീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാടാണത്. അപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള വലിയ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോ ഈ ഘോര വനത്തിൽ പെട്ടിരിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അടുത്ത ചുവടുവെപ്പ് എങ്ങോട്ടാണ്, അല്ലെ? ഈ ഒരു യുദ്ധക്കളത്തിലൂടെ നമ്മൾ, അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയിലൂടെയോ, അല്ലെങ്കിൽ ഈ തീവ്രവാദ എന്താ പറയുക, വ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം നടക്കുമ്പോൾ അല്ലെ, ഓരോ മൈൻ അല്ലെ കുഴിബോംബുകൾ പൊട്ടും പോലെയാണ് ഓരോ ചുവടുവെപ്പിലും. നമുക്കറിയില്ല അടുത്ത് എവിടെയാണ് അടുത്ത ബോംബ് പൊട്ടുന്നത്. ഈ മൈൻഡ് പ്രത്യേകത, കുഴിബോംബ് എന്താണ്, കാല് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടും. കാലെടുക്കാതിരിക്കുന്ന ആണ് നല്ലത്. പക്ഷെ എത്ര കാലം അങ്ങനെ നിൽക്കാൻ പറ്റും, അല്ലെ? എന്ന് പറയും പോലെയാണ് ഈ നമ്മുടെ ഭൗതിക ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ. നമ്മൾ ജീവിച്ചു പോകുന്ന അങ്ങനെയാണ്, എവിടെ ചവിട്ടിയാലും പ്രശ്നമാണ്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ ചെയ്യേണ്ടുന്ന കാര്യം, ഈ ഭഗവാൻ തന്നെ ശരീരം വെച്ച് എന്തൊക്കെയാ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്നു, ഒരു ജോലി ചെയ്യുന്നു നമ്മൾ, അല്ലെ? ചിലപ്പോൾ ഒരു എന്താ പറയാ, ഒരു റെപ്രസെന്റേറ്റീവ് ജോലി, അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ മറ്റേ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്. അയാളുടെ ജോലി എന്താണ്? ഈ കമ്പനി തരുന്ന കാറോ പെട്രോളോ ഒക്കെ, പെട്രോളിന്റെ ചാർജോ, അല്ലെങ്കിൽ മൊബൈലും ഇന്റർനെറ്റും, അല്ലെ, ലാപ്ടോപ്പും ബാക്കി അലവൻസും എല്ലാം കൂടി എടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കമ്പനിയുടെ കാര്യങ്ങൾ കസ്റ്റമറിനെ കണ്ട് ബോധ്യപ്പെടുത്തുക, സംസാരിക്കുക. റെപ്രസെന്റേറ്റീവ് എന്താണ്? ആ കമ്പനിയുടെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും നമ്മുടെ കസ്റ്റമറാക്കി മാറ്റുക എന്നുള്ളതാണ്. വേറെ കമ്പനിയുടെ കസ്റ്റമർ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റുക, ഏത് പ്രോഡക്റ്റ് തന്നെ ആയാലും. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാതെ, കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാതെ, നമ്മൾ ഇതൊക്കെ എടുത്ത് നമ്മൾ ബീച്ചിൽ പോയിരുന്നു, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി, അല്ലെ, അങ്ങനെ ബാക്കി പോകാതെ, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? റെപ്രസെന്റേറ്റീവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്, അപ്പൊ എൻഡ് ഓഫ് ദ മാസാവസാനം എന്താണ്? ഈ ബിസിനസിന്റെ ടാലി ഷീറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഒന്നും ഉണ്ടാവില്ല, വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, പഴയതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 4 മാസമായി, അങ്ങനെ 1 വർഷം കഴിയുമ്പോഴോ, പിന്നെ ഈ മാനേജർ കൂടെ വരുമ്പോഴോ, അല്ലെ, ഇയാൾക്ക് നിങ്ങളെ പരിചയം പോലും ഉണ്ടാവില്ല. സ്ഥിരം കാണുന്ന ആൾക്കാരെ അല്ലേ ഈ കസ്റ്റമറിനെ പരിചയം ഉണ്ടാവുള്ളൂ, അല്ലെ? ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾ ആർക്കും കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് റെപ്രസെന്റേറ്റീവുകൾ നിങ്ങളെ മനസ്സിലാവുണ്ടാവില്ല. അത് കൂടുതൽ മാനേജർക്ക് മനസ്സിലാവും. അതുപോലെയാണ് നമ്മൾ ഇതുപോലെ എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ ഭഗവാൻ തന്ന ശരീരം കൊണ്ട് നമ്മൾ വന്നിട്ട്, നമ്മളത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ആ കാര്യത്തിന് ഉപയോഗിക്കാതെ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ എന്താ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഫോൺ, അല്ലെങ്കിൽ സിനിമയും കണ്ട്, അല്ലെങ്കിൽ ആ പൈസ പെട്രോൾ അടിച്ച് ലോകം മൊത്തം ചുറ്റി, അല്ലെങ്കിൽ നാട് മൊത്തം ചുറ്റി, ജോലിക്കൊന്നും പോവാതെ, അങ്ങനെ കമ്പനിയുടെ പൈസ വെറുതെ അപ്പൊ ഒരു ദിവസം ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ എല്ലാ ഫെസിലിറ്റീസും തിരിച്ചെടുത്ത് അവരെന്ത് ചെയ്യും? കമ്പനിയിൽ നിന്ന് നമ്മളെ പുറത്താക്കും, അല്ലെ? ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യൻ ശരീരം കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ഇതിനെടുത്തിട്ട് മാറ്റിയിട്ട് വേറൊരു നമുക്ക് താല്പര്യമുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശരീരം അങ്ങ് തരും. നമ്മുടെ എന്താണ്, നമ്മുടെ വാസന, അല്ലെങ്കിൽ നമ്മുടെ ടെൻഡൻസി എന്തിനാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം, ആ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള ശരീരം നമുക്ക് തരും ഭഗവാൻ. കാരണം ഭഗവാൻ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയാ, ആത്മീയ ഉന്നമനം നേടി തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകാനുള്ള സാഹചര്യം നിന്നിട്ട് നമ്മൾ ചെയ്യാതെ ദുരുപയോഗം ചെയ്താൽ ഭഗവാൻ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വേറെ ഏതെങ്കിലും നായായിട്ടോ, നരിയായിട്ടോ, എന്താ പറയാ, കഴുതപ്പുലിയായിട്ടോ, അല്ലെ, കൃമികീടമായിട്ടോ, എന്തെങ്കിലും ഒരു നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മുടെ ആഗ്രഹം, അല്ലെ, എന്താണ് ആഗ്രഹ മനോഭാവം, അനുസരിച്ചുള്ള ഒരു ശരീരം നമുക്ക് ശരീരം ത്യജിക്കുന്ന സമയത്ത്, ത്യജത്യന്തേ കളയവരം, ശരീരം ത്യജിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള ശരീരം നമുക്ക് കിട്ടും. അത് ഏത് ശരീരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ശരീരം, ഭഗവാൻ തന്ന ഈ ശരീരത്തിന് നമ്മൾ നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു കാര്യം, കർമ്മം ഈ ശരീരം വെച്ചിട്ടോ മനസ്സ് വെച്ചിട്ടോ കർമ്മം ചെയ്യാണ്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ ചെയ്യേണ്ടുന്ന എന്തിനാണോ വേണ്ടത് ആ കാര്യത്തിലിട്ട് നമ്മൾ ഈടുപെടുത്തിയില്ലെങ്കിൽ
നമുക്ക് വൻ നഷ്ടമായിരിക്കും. അവസാനം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അവസാനം കണക്കെടുക്കുമ്പോൾ ടാലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധം 4-ാം അധ്യായം 18, 19, 20 ശ്ലോകം ഇതാ പറയുന്നത്. സവേ മനകൃഷ്ണ പാദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തദ്ഭൃത്യഗാത്രസ്പർശേ അംഗസംഗമം ഘൃണാം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാരസനാം തത് അർപ്പിതേ പാദോ ഹരേ ക്ഷേത്ര പദാനുസ്പർശനേ ശിരോ ഋഷികേശ പദാഭിവന്ദനേ കാമാംശ്ച ദാസ്യേന തു കാമകാമയാം യഥോത്തമ ശ്ലോക ജനാശ്രയഹൃതി. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങൾ കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നു. സവീമന കൃഷ്ണ പാദാരവിന്ദയോർ, നമ്മുടെ മനസ്സെപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ആയിരിക്കണം ശ്രദ്ധ. അല്ലെങ്കിൽ ഈ മനസ്സെന്ന് പറയുന്ന ഈ മർക്കടൻ എന്ത് ചെയ്യും? മർക്കട എന്ന് പറഞ്ഞാൽ എന്താണ്? വാനരൻ അല്ലെ, കൊരങ്ങൻ. ഈ മനസ്സിനെയും ശാസ്ത്രങ്ങൾ പറഞ്ഞു മർക്കടവത് മനഃ എന്ന് പറയുന്നുണ്ട്. മനസ്സ് മർക്കടനെ പോലെയാണ്. മർക്കടൻ എപ്പോഴെങ്കിലും ചുമ്മാ ആയിരിക്കും എവിടെയെങ്കിലും, ഇവൻ എവിടെയെങ്കിലും കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു മങ്കി, ഒരു കൊരങ്ങൻ എവിടെയെങ്കിലും സമാധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലും കണ്ടിട്ടുണ്ടോ? പറയാമോ? ഹരേ കൃഷ്ണ. ഒരു വാനരൻ എപ്പോഴെങ്കിലും അടങ്ങി ഒരിടത്ത് മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്നിൽ ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് പിടിച്ചു പറിക്കും അല്ലെ, അടുത്തവനെ മാന്തും, അടുത്തവനെ പിച്ചും, അല്ലെങ്കിൽ അടുത്ത മരത്തിൽ കയറും, അവിടെ നിന്ന് അടുത്ത ചില്ലയിലോട്ട് ചാടും, അവിടെ നിന്ന് അടുത്ത മരത്തിലോട്ട് ചാടും, അടങ്ങിയിരിക്കില്ല. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ്. അതാണ് സവയമാന കൃഷ്ണ പതാരവിന്ദർ. ആ മർക്കടൻ എന്ത് ചെയ്യണം? പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുരങ്ങൻ എപ്പോഴും അടങ്ങിയിരിക്കുന്ന അറിയാമോ? അവന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഒരു എന്താ പറയാ തോട് പൊളിക്കാത്ത കടലയോ നിലക്കടലയോ അല്ലെങ്കിൽ പഴമൊക്കെ കൊടുത്താൽ മതി. അവ അവിടെ നിന്നിട്ട് അത് പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കും അല്ലെ, കുറച്ചു നേരത്തേക്ക് അടങ്ങിയിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മനസ്സിനെ ഭഗവത് സേവനം അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി സേവനം അല്ലെങ്കിൽ കൃഷ്ണന്റെ ചിന്തകള്, കൃഷ്ണനെപ്പറ്റിയുള്ള ഗുണനാമ ലീല വർണ്ണനങ്ങൾ കേൾക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും അനുസന്ധാനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അവിടെ മിണ്ടാതിരുന്നോളും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ കുറച്ച് നേരം ഇവിടേക്കും തോന്നും, കുറച്ച് അങ്ങോട്ട് പോകാൻ തോന്നും, അങ്ങോട്ട് പോകുമ്പോൾ തോന്നും കുറച്ച് കഴിയുമ്പോൾ ഈശ്വട്ടി പോകാൻ തോന്നും, ഈശ്വട്ടി പോകാൻ തോന്നും, കുറച്ച് കഴിയുമ്പോൾ തോന്നും കോവളത്ത് പോയിരിക്കാൻ തോന്നും, കോവളം ബീച്ചിൽ പോയിരിക്കുമ്പോൾ തോന്നും കുറച്ച് മ്യൂസിയത്തിൽ പോയിട്ട് ആ എന്താ പറയുക റേഡിയോ ബാൻഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ പോയിരിക്കാൻ തോന്നും. അങ്ങനെ 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 അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ വേണ്ട നമുക്ക് ശംഖുമുഖത്ത് പോകാം. ഇതാണ് മനസ്സിന്റെ അവസ്ഥ അല്ലെ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം പിന്നെ തിരുവനന്തപുരത്തേക്ക് ശരി ഒന്ന് കുറച്ചൊന്ന് ഗുരുവായൂർ പോയിട്ട് തോന്നും അല്ലെ, അവിടെ ഇരിക്കും കുറച്ച് ഒന്നും ശരി ഒന്ന് തിരുപ്പതിരെ പോയിട്ട് തോന്നും അല്ലെ. ഇങ്ങനത്തെ ഒരു ഓട്ടമാണ് നമ്മുടെ മനസ്സ്. ഇതൊക്കെ പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ ദേശങ്ങൾ, ഭഗവാന്റെ ദിവ്യദേശങ്ങൾ, ഭഗവാനെ കാണാനായിട്ട് പോകുന്ന യാത്രയാണെങ്കിൽ അത് എന്തുകൊണ്ടും മംഗളകരവും നമുക്ക് ശ്രേയസ്കരമാണ്. പക്ഷേ ഇത് നേരെ മറിച്ച് നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് പറയുന്നത്, നമുക്ക് കർമ്മം ചെയ്തിരിക്കും. അതാണ് ഭക്തനും ഒരു ഭക്തി ഇല്ലാത്തൊരു വ്യക്തിയും തമ്മിൽ വ്യത്യാസം. ഭക്തനും ഭക്തിയില്ലാത്തവർക്കും എല്ലാം ഇതുപോലൊരു മനസ്സിങ്ങനെയായി. പക്ഷെ ഈ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ആഹാരം എന്താണ്? അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും മാനസികാവസ്ഥയും മനസ്സിന്റെ അവബോധവും ഒക്കെ അങ്ങനെയായിരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ച് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഗുരുവായൂർന്ന് തിരുപ്പതി പോകും, തിരുപ്പതിയും ചിലപ്പോൾ ബദരി പോകും, ബദരിയും ചിലപ്പോൾ വൃന്ദാവനം പോകും, വൃന്ദാവനം ചിലപ്പോൾ മായപ്പൂർ പോകും, ഇങ്ങനെയായിരിക്കും. അല്ല സാധാരണ വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? അയാള് ഭൗതികമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു പോകും അല്ലെ, ആസ്വാദനം അന്വേഷിച്ചു. പക്ഷെ ഒരിക്കലും അയാൾക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്താൻ പറ്റില്ല. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ ഭഗവത് സംബന്ധമായിട്ടുള്ള മാധുര്യം അനുഭവിക്കാനാണ് പോകുന്നത്. അപ്പൊ അവൻ അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും. അതാണ് ഭക്തനും അഭക്തനും തമ്മിൽ വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ തന്ന ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ സേവനം, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും സ്വന്തം ആത്മസാക്ഷാത്കാരം നേടി അടുത്ത ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അടുത്തൊരു സദ്ഗതി പ്രാപിക്കാനും അല്ലെ, ഭഗവാന്റെ ലീലകളിൽ, ഭഗവാൻ ധാമത്തിലെത്തി ഭഗവത് ലീലകളിൽ പങ്കെടുക്കാനും ഉതകുന്ന ഒരു തരത്തിൽ ഇതിനെ ഉപയോഗിക്കണം അല്ലെ. നമ്മളിപ്പം പെട്രോൾ ഉപയോഗിക്കേണ്ട എഞ്ചിനകത്ത് നമ്മൾ മണ്ണെണ്ണ ഡീസൽ ഉപയോഗിച്ച് വർക്ക് ചെയ്താൽ അത് എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് കൃഷ്ണ ഭക്തിയാണ് ഉത്തരമായിട്ടുള്ള ഒരു ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച് ഭഗവത് ധാമമാകുന്ന ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതാണ്. അതിന് പകരം നമ്മൾ വളരെ വില കുറഞ്ഞ വല്ല
മണ്ണെണ്ണ മിക്സ് ചെയ്ത പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? എഞ്ചിൻ കേടായി പോകും. ഒരു ഉപയോഗത്തിനില്ലാതെ പോകും അല്ലെ, നശിച്ചു പോകും. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ്. ഈ ശരീരം കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നില്ല. ചവയമന കൃഷ്ണ പദാരവിന്ദയോർ. അപ്പോൾ ഈ മനസ്സാകുന്ന മർക്കടന് കുറച്ച് എന്താ പറയാ, ഭഗവത് സേവനമാകുന്ന അല്ലെങ്കിൽ ഭഗവത് ചിന്തകളാകുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണനാമ ലീലകൾ ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പൊ അവനോടെ മര്യാദയ്ക്ക് കുറച്ചു നേരത്തേക്ക്. പിന്നെ അതൊരു ശീലമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പിന്നെ അവൻ അത് മതി. പിന്നെ വേറെ ഒന്നും കൊടുത്ത കഴിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില മൃഗങ്ങളെ വളർത്തുമ്പോഴത്തേക്കും അല്ലെ, നമ്മൾ എന്ത് കൊണ്ട് ശീലിപ്പിക്കുന്നു അതേ കഴിക്കൂ അത്. പിന്നെ നമ്മുടെ ഒരു ഡിവോട്ടിയുടെ ഒരു വീട്ടില് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, നായ്ക്കുട്ടി. അതിനവര് നോൺ വെജ് ഒന്നും കൊടുക്കില്ല. അത് വളരെ ഇഷ്ടം വളരെ ഫ്രൂട്ട്സ്, ആപ്പിൾ, മുന്തിരി, അങ്ങനത്തെ സാധനങ്ങള്, ഈ വെജിറ്റബിൾ എന്താ പറയാ, വെജിറ്റേറിയൻ ഫുഡ്, സാമ്പാർ, ഇതൊക്കെയാണ് അത് കഴിക്കാൻ ഇഷ്ടം. കാരണം കുഞ്ഞുനാളിലെ കൊടുത്ത് ശീലിച്ച അതാണ്, ശീലിപ്പിച്ച പുള്ളിക്ക്. നമ്മുടെ മനസ്സിനെയും കുറച്ചായിട്ട് നമ്മൾ ഈ ഭഗവാന്റെ എന്താ പറയുക ഭക്തിയാകുന്ന ഈ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് തന്നെ കഴിച്ചത് എന്ത് ചെയ്യും? വളർന്ന് അതിനോട് അത് താതാമ്യം പ്രാപിച്ചോളും. പിന്നെ അവൻ അത് മാത്രം മതി. വേറെ എന്ത് കൊടുത്താലും പിന്നെ അവനത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ അല്ലെങ്കിൽ മറ്റ് ഭഗവത് സംബന്ധമുള്ള കാര്യം കൊടുത്താൽ അവനതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അവന് ഈ ഉന്നതമായിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താഴ്ന്ന ഒരു രുചിയിലേക്ക് ഒരിക്കലും ഈ മനസ്സെന്ന് പറയുന്ന ഈ മർക്കടൻ പിന്നെ പോവില്ല. വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേം. നമ്മുടെ വാക്കുകൾ എന്തായിരിക്കണം? നമ്മുടെ നാക്ക് കൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? വൈകുണ്ഠൻ, വൈകുണ്ഠ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ധാമത്തിന് വൈകുണ്ഠ എന്ന് പേരുണ്ട്, ഭഗവാൻ വൈകുണ്ഠ എന്ന് പേരുണ്ട്. ഹേ വൈകുണ്ഠ എന്ന് ഭഗവാൻ വിളിക്കാറുണ്ട് അല്ലെ. വൈകുണ്ഠ, കുണ്ഠിതം അല്ലെ, കുണ്ഠിതം എന്ന് വെച്ചാൽ ആൻസൈറ്റി അല്ലെ, ഉത്കണ്ഠ. അപ്പൊ വൈകുണ്ഠ ഉത്കണ്ഠ ഇല്ലാത്ത ഒരു സ്ഥലമാണ് വൈകുണ്ഠം. അപ്പൊ വൈകുണ്ഠനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് നമ്മുടെ വാക്കുകൾ എന്ന് വെച്ചാൽ നമ്മുടെ നാവ്, നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ നമ്മൾ വൈകുണ്ഠന്റെ ആ ഗുണാനുവർണ്ണനങ്ങളെ അല്ലെ, ഭഗവാൻ നാമം, ലീല, മഹാത്മ്യങ്ങളെ പറ്റി വർണ്ണിക്കുകയും നമ്മൾ അവദാനം ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാവിന്റെ ആ ഒരു ദോഷം എന്ന് പറയുന്നത് ആ ഒരു ഭഗവത് സംബന്ധമായിട്ട് മാറി അല്ലെ, ഭക്തിയുതമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടുള്ള ദോഷം നമുക്ക് മാറിക്കിട്ടും. അല്ലാതെ നമ്മൾ ഇത് വേറെ എന്തെങ്കിലും വേണ്ടി നമ്മൾ മറ്റുള്ളവരെ അനാവശ്യ വർത്താനം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സംസാരം, പരദൂഷണം, ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചു, ഇവന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു, അവന്റെ ഭർത്താവ് അവിടെ പോയി, അവളുടെ ഭർത്താവ് അവിടെ പോയി, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം അവസാനിച്ച് നമ്മുടെ ഏത് നിമിഷവും നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, കലാഹന പരിഗ്രസ്തമാം അല്ലെ, കാലമാകുന്ന പാമ്പിനാല് പകുതി വിഴുങ്ങപ്പെട്ട ഒരു തവളയുടെ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്താ തേടുന്നത്? ഭൗതിക സുഖങ്ങളാകുന്ന ആഹാരം നമ്മൾ തേടുന്നത് തവളയെ പോലെയാണെന്ന് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട് ശ്രീരാമൻ. എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം. നമ്മൾ എന്നിട്ടും അത് ചെയ്തു, പക്ഷെ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കും? നമ്മൾ ഈ തവളയുടെ അവസ്ഥയായിട്ട് മാറും. ഈ എന്താ പറയാ, തവള എങ്ങനെയാണ് അകപ്പെടുന്നത് ചേരയുടെ പാമ്പിന്റെ വായില്? വെറുതെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അല്ലെ. നമ്മളും പിന്നെ ആവശ്യമായ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളും ഈ എന്താ പറയാ കാലമാകുന്ന പാമ്പിന്റെ വാക്കിൽ അകപ്പെട്ട് ഒരു ലക്ഷ്യമില്ലാതെ ഈ ജീവിതം അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അസുലഭമായിട്ടുള്ള ഒരു മനുഷ്യജന്മം നമ്മള് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കരോ ഹരേർ മന്ദിര മാർജനാദേശു. കൈകൾ എന്തിനാണ്? ഭഗവാന്റെ മന്ദിരങ്ങള്, ഭഗവാന്റെ ക്ഷേത്രങ്ങള് തുടച്ചു വൃത്തിയാക്കാനും അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീവിഗ്രഹങ്ങളെ തൊഴുവാനും അഭിഷേകം ചെയ്യാനും അലങ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഭഗവാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ മന്ദിര മാർജനാദേശം എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടാനത് അല്ലെ. ഭഗവാൻ വേണ്ടി പാചകം ചെയ്യുക, ഭഗവാനെ നിവേദിക്കുക അല്ലെ, ഭഗവത് സംബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികൾക്ക് കൈ നമുക്ക് ഉപയോഗിക്കാം. ശ്രുതിം ചകാരാശ്രിത സത്കഥോതി. ഈ ചെവി എന്തിനാണ്? ഭഗവാന്റെ ഗുണനാമലീലകൾ കേൾക്കാനായിട്ടാണ്. ശാസ്ത്രം പറയുന്നുണ്ട് ഏതൊരു വ്യക്തിയാണ് ഭഗവാന്റെ ഈ ഒരു ഭഗവാന്റെ ഈ ഒരു ശ്ലോകം ഇവിടെ പറയുന്നത് ദ്വിതീയ സ്കന്ധത്തില് 3-ാം അധ്യായം 20-ാം ശ്ലോകം. വിലേപതോരു ക്രമവിക്രമാന്യേ ന ശൃണ്വത കർണപുടേ നരസ്യഃ ജിഹ്വാ സദീദർദുരികേവ സൂതഃ ന ചോപഗായതി ഉപഗായഗാതഃ. അപ്പൊ ഏതൊരുവനാണ് ഭഗവാന്റെ തിരുനാമങ്ങളോ ഗുണലീല മഹാത്മ്യങ്ങളോ കേൾക്കാത്തത്, അവന്റെ ചെവി എന്ന് പറയുന്നത് ഒരു പാമ്പിന്റെ പൊത്ത് പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്ര മഹാത്മ്യം ഉള്ളതിന്, ഉള്ളതിന്. യാതൊരുവനാണോ ഭഗവാന്റെ
ഗുണനിലകൾ പാടാത്തത് അല്ലെങ്കിൽ പറയാത്തത് അവന്റെ നാവ് ജിഹ്വാസതി ദർദുരേക്കേവ സുത. ദർദുരത്തിന് നാക്ക് പോലെയാണ് അല്ലെ. ദർദുരം തവളയുടെ നാവ് പോലെയാണ്, അല്ലാതെ വേറെ വിശേഷതയൊന്നും അതിന് ഇല്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ഈ ശരീരം, ഇത് ഭഗവാന്റെ സേവനത്തിന് ഓരോ അംഗങ്ങളും നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ മാത്രമാണ് അതിനൊരു മഹത്വം ഉണ്ടാവുന്നതും. പക്ഷെ ഒരിക്കലും ശൂന്യത ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുക എന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ഭഗവാനെ സേവിച്ച് നമ്മളിത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യും, നമ്മൾ അകപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് അകപ്പെട്ട് ഇവിടെ തന്നെ കിടന്ന് ചുറ്റി തിരിഞ്ഞ് ഇവിടെ തന്നെ കിടക്കും. നമ്മൾ ഒരിക്കലും ആത്മസാക്ഷാത്കാരം നേടുകയില്ല. ഭഗവാൻ ആരാണെന്നും നമ്മൾ ആരാണെന്നും നമ്മളും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുകയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ കാട്ടിക്കൂട്ടി ഇവിടെ തന്നെ അങ്ങ് അവസാനിക്കും. മുകുന്ദലിംഗാലെ ദർശനേ ദൃശ്യവും. കണ്ണുകൾ എന്തിനാണ്? ഭഗവാന്റെ ധാമങ്ങളിൽ പോയി ഭഗവാന്റെ രൂപങ്ങൾ കാണും. ഭഗവാന്റെ മുകുന്ദ ലിംഗാലയ, ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ശ്രീമൂർത്തി വിഗ്രഹം, ഭഗവാനെ കാണാൻ അല്ലെ. ഭഗവാനും വിഗ്രഹം തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല, ഭഗവാൻ നാമവും ഭഗവാൻ തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം സാക്ഷാൽ ഭഗവാൻ തന്നെ. തുമി പ്രതിമാനാഹി സാക്ഷാത് ബ്രജേന്ദ്രനന്ദനാണ് ശ്രീ മഹാപ്രഭു പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അല്ലെ. ഈ താങ്കൾ ഈ കാണുന്ന വെറും പ്രതിമയല്ല, സാക്ഷാൽ ബ്രജേന്ദ്രനന്ദനാണ്, കൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ കലിയുഗത്തിലെ നമ്മളൊക്കെയുള്ള ആൾക്കാർക്ക് ദർശനം തരാനായിട്ട് ഭഗവാൻ ഈ ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ്. ശരിക്കും രൂപത്തിൽ അർച്ചാവതാരം തന്നെ പറയാം അതിന്. മറ്റുള്ള ആൾക്കാർ ഐഡൽ അല്ലെങ്കിൽ പ്രതിമ, സ്റ്റാച്ചു എന്നൊക്കെ പറയും. പക്ഷെ നമ്മളാരും ഒരിക്കലും അങ്ങനെ പറയില്ല. ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിനെ നമ്മൾ ആരാധിക്കും. നമ്മൾ ഒരിക്കലും പ്രതിമയെ ആരാധിക്കുന്നവരല്ല, ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിനെ ആരാധിക്കുന്നവരാണ് നമ്മള്. അപ്പോ ഭഗവാന്റെ ശ്രീവിഗ്രഹവും ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ആ ഭഗവാന്റെ ശ്രീവിഗ്രഹ മന്ദിരത്തിൽ ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഈ കണ്ണുകളുടെ ഒരു ഉദ്ദേശം. പക്ഷെ നമ്മൾ അത് ശരിയായിട്ട് രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഈ ദിവ്യമംഗളരൂപം ദർശിക്കാനല്ലാതെ അല്ലെങ്കിൽ ഭഗവത് സേവനത്തിനല്ലാതെ ഉപയോഗിക്കാത്ത ഈ കണ്ണുകള് കൊണ്ട് ഒരു ഉപയോഗമില്ല. നമ്മുടെ മയിൽപ്പീലിയുള്ള കണ്ണുകൾ പോലെ വെറും അല്ലെ. മയിൽപ്പീലി കണ്ണുകൾ എന്ന് പറയും അല്ലെ, പക്ഷെ അത് കണ്ണുകളാണോ? അല്ല. പീലിക്കണ്ണുകൾ നമ്മൾ കവിതയിലൊക്കെ പാടും അല്ലെ, കവിതകളും കാവ്യങ്ങളൊക്കെ എഴുതും. പക്ഷെ ആ പീലിക്കണ്ണുകൾ ഉപയോഗം ഉണ്ടോ മയിലിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും? ആ കണ്ണിന്റെ രൂപത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ 2 കണ്ണുണ്ടെന്നല്ലാതെ യാതൊരു ഗുണവും അതുകൊണ്ട് ഇല്ല എന്നാണ് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ. ഗാത്രസ്പർശി അംഗസംഗമം. ശരീരം എന്തിനുള്ളതാണ്? മൊത്തത്തിൽ നമ്മുടെ ശരീരം കൊണ്ട്, മൊത്തത്തിൽ ഈ ഗാത്രം കൊണ്ട് നമ്മൾ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരെ ആലിംഗനം ചെയ്യാനുള്ളതാണ് ഈ ശരീരം. എനിക്ക് ഒട്ടും വയ്യപ്പോ. തത്പാദ സരോജ. ആ മാസ്ക് എടുത്ത് അങ്ങ് ദൂരെ ചെന്നിരി. പോ അങ്ങ് പോ. അങ്ങനെ ഈ നമ്മുടെ ശരീരം കിട്ടിയിട്ടുള്ള ഈ ഒരു പാദോ തത്പാദ സരോജ സൗരഭ്യേ ശ്രീമത് തുളസ്യാരസനം. നമ്മുടെ നാക്കുന്നതിനാണ് ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ പ്രസാദം അല്ലെ സ്വീകരിക്കാനും. അത് നേരത്തെ പറഞ്ഞു, നമ്മുടെ നാവുകൾ ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കാനും നമ്മൾ ഉപയോഗിക്കാം, രുചിക്കാനും നമുക്ക് ഉപയോഗിക്കാം, ഭഗവാന്റെ അവതാരങ്ങൾ പാടാനും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തത്പാദ സരോജ സൗരഭ്യേ ശ്രീമത് തുളസ്യാരസനം. നമ്മുടെ എന്താ പറയാ, നാക്കുകൊണ്ട് നമുക്ക് എന്താണ് ഭഗവാന്റെ തുളസിയുടെ ഗന്ധം നമ്മൾ അറിയാം. ഭഗവാന്റെ തൃപ്പാദത്തിലെ തുളസി, പാദതുളസിയുടെ ഭഗവാന് എന്താ പറയാ, ഭഗവാന് നൽകിയ പൂക്കളും ഭഗവാന് നൽകിയ തുളസിയുടെയൊക്കെ ഗന്ധം അറിയാനാണ് ഈ മൂക്ക് കൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നുണ്ട് ഇതൊന്നും ഭഗവാന്റെ സേവനത്തിനല്ല ഉപയോഗിച്ചെങ്കിൽ ഇത് വെറും 2 ഗുഹാദ്വാരങ്ങൾ മാത്രമാണ്, അതുകൊണ്ട് യാതൊരു ഉപയോഗം ഇല്ലെന്ന്. പാദോ ഹരേ ക്ഷേത്ര പദാനു സ്പർശനെ. ഈ പാദങ്ങൾ കൊണ്ട് ഭഗവാന്റെ എന്താ പറയാ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി നമ്മൾ ഭഗവാന്റെ ധാമങ്ങൾ തേടി നമ്മൾ നടന്നു പോകും. ഭഗവാന്റെ പാദങ്ങൾ ഉപയോഗിച്ച് ഭഗവാന്റെ ധാമങ്ങളിലേക്ക് യാത്ര ചെയ്യുക, അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് ഈ പാദങ്ങൾ കൊണ്ട്. അങ്ങനെ ചെയ്യാത്ത പാദങ്ങൾ വെറും മരത്തിന്റെ ഉണങ്ങിയ ചില്ലകൾ പോലെയാണ് എന്ന് പറയും. അതാണ് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്.
കാമഞ്ചദാസേനതു കാമകാമായ ഇതുത്തമ ശ്ലോക ജനാശ്രയാധൃതി. ഉത്തമ ശ്ലോകനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഈ എന്താ പറയാ എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ഋഷികേശ സേവനം ഭക്തി രുച്യതേ. നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടെല്ലാം, എല്ലാ അവയവങ്ങൾ കൊണ്ടും അതാത് കാര്യങ്ങൾ ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ ഈടുപെടുത്തിയാൽ നമുക്ക് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആത്മശുദ്ധീകരണം സംഭവിച്ച് ആത്മസാക്ഷാത്കാരം നേടി ഭഗവാന്റെ ധാമത്തിലേക്കുള്ള യാത്ര സുഗമമായിട്ട് മാറും. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ ഈ നാമജപവും ഭഗവത് ശ്രവണവും ഗീതാശ്രവണവും അധ്യയനവും അതുപോലെ തന്നെ വ്രതങ്ങളും നാമജപവും ഇതെല്ലാം നമ്മൾ ആത്മശുദ്ധീകരണത്തിനുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് 100% ഇതിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ ഈ നേരം പറഞ്ഞ പോലെ ഈ ശരീരങ്ങൾ, നമ്മുടെ അംഗങ്ങളെല്ലാം കൊണ്ട്, അവയവങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഭഗവാൻ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സും മറ്റിന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഏർപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് ഉന്നതി ഉണ്ടാവും. അല്ല മറിച്ച് നമ്മൾ ഇതൊക്കെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. നമ്മളിവിടെ ബാംഗ്ലൂർ മിക്കവാറും നമ്മളിവിടെ മംഗളാരതിക്ക് പോകുന്ന സമയത്ത് രാവിലെ പോകുമ്പോൾ ആ 5 മണി 5:30 സമയത്തൊക്കെ തന്നെ ആൾക്കാർ ഈ നായ്ക്കളെ മേയ്ക്കാൻ ഇറങ്ങുന്ന റോഡിലോട്ട്. ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ 2, 3 ഒക്കെ കാണും അതിന് വള്ളി. നമ്മൾ കരുതും ഈ നായ്ക്കളെ നമ്മളാണ് ബന്ധിച്ചിരിക്കുന്നത്, അല്ലെ മനുഷ്യരാണ് ബന്ധിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തില് എന്താണ്, ഈ മനുഷ്യരാണ് ഇവരാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അദൃശ്യമായിട്ടുള്ള ഒരു ബന്ധനം അവരാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്, അല്ലെ. നമുക്കെന്നറിയാം, വീട്ടിലൊരു നായോ അല്ല എന്തെങ്കിലും അനിമലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല, പോയത്തിന് സമാധാനം ഇരിക്കാൻ പറ്റില്ല, ഓടി വരണം. നമ്മൾ കയറി നമ്മളാണ് അവരെ ബന്ധിച്ചിരിക്കുന്നത്, പക്ഷെ അവരാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് രാവിലെ പോകുമ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ഈ നായ്ക്കളെയും മറ്റ് ഇതിനെയൊക്കെ നമ്മൾ സേവിച്ച്, നായ്ക്കളെയും പൂച്ചകളെയൊക്കെ സേവിച്ച് അങ്ങനെ ആ ഒരു വഴിക്ക് പോകും. അപ്പൊ ഈ സേവനം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ സേവനം എന്നുള്ള മനോഭാവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ സക്രിയത്വം എന്നൊരവസ്ഥ എല്ലാ ജീവാത്മാക്കൾക്കും സ്വാഭാവികമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഇവിടെ കെട്ടി ബന്ധിച്ച് തളച്ചിടുകയാണ് ചെയ്യുന്നത്, അല്ലെ. നമ്മള് തിരുവനന്തപുരത്തൊക്കെ ഒരു തമാശയായിട്ട് പറയും, വൈദ്യന് കൊടുത്തില്ലെങ്കിൽ വാണിന് കൊടുക്കേണ്ടി എന്ന് പറയും. എന്ന് വെച്ചാല് വാണിന് കൊടുത്തില്ലെങ്കിൽ വൈദ്യന് കൊടുക്കേണ്ടി എന്ന് പറയും. അതായത് നമ്മള് നല്ല സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ, വാണി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വ്യവസായി, അല്ലെ, വ്യവസായ കച്ചവടക്കാരൻ. ഇപ്പൊ കച്ചവടക്കാരന് നമ്മൾ നല്ല നല്ല പൈസ കൊടുത്ത് ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ചില്ലെങ്കിൽ, ചില ആൾക്കാരെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഈ കടയിലൊക്കെ പോയിട്ട് ചീഞ്ഞതും പൊട്ടിയും പൊളിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് 50 രൂപയുടെ സാധനം 20 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അപ്പൊ നല്ല സാധനം വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാണിന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വൈദ്യർക്ക് കൊടുക്കേണ്ടി വരും, അല്ലെ. ഇതൊരു അസുഖം പിടിച്ച ആ പൈസ മൊത്തം കൊണ്ട് എന്ത് ചെയ്യും, വൈദ്യർക്ക് കൊടുക്കേണ്ടി വരും, നമ്മൾ അല്ല ആശുപത്രി കൊടുക്കേണ്ടി വരും എന്ന് പറയും പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം, അല്ലെ, അതിന് എന്തിനാണ് ഭഗവാൻ തന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിലാക്കി ശാസ്ത്രങ്ങളും ആചാര്യന്മാരും എല്ലാം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇതെന്തിനാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അംബരീഷ് മഹാരാജാന്റെ ആണെങ്കിൽ കുലശേഖര മഹാരാജ വേറെ പറയുന്നുണ്ട്, പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഈ ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു സേവനത്തിൽ ഏർപ്പെടാതെ നമ്മൾ ഇതിനെ വേറെ കാര്യങ്ങൾക്ക് നമ്മൾ പറയും, ഗവൺമെന്റ് അല്ലെ സർക്കാർ പറയില്ലേ, ഇന്ന ഫണ്ട് വന്നു വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയും പോലെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും. ശരിക്കും എന്തിനാണ് ചെലവഴിക്കേണ്ടത്, ആ അതിലേക്ക് ചെലവഴിച്ചാൽ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ജനനമരണ ചക്രത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത് നമുക്കൊരു സദ്ഗതിയെ പ്രാപിക്കാനുള്ള ഒരു അവസരം നമുക്ക് വന്നു ചേരുന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെയ്യേണ്ട കാര്യം എന്താണ് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു വട്ടപൂജ്യമായിട്ട് ഇവിടെ കിടന്ന് അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ ഈ ജീവാത്മാ എന്താ പറയാ, ഈ ഒരു ദുഃഖങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നൊക്കെ ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും. ഇതൊരു ദുഃഖാലയം ആശാശ്വതം ഭഗവാൻ എന്ന് പറയും. ഇന്ന് കൊടുങ്കാറ്റാണ്, നാളെ വെള്ളപ്പൊക്കമാണ്, അടുത്ത ദിവസം വരൾച്ച, അല്ലെ, വരൾച്ചയാണെങ്കിൽ അടുത്ത ദിവസം പേമാരി, ഇങ്ങനെ പലതും മാറി 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 ഈ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എത്രയും വേഗം ഈ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ച് എത്രയും വേഗം എന്ന് വെച്ചാൽ ഈ ശരീരം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവസാനിക്കുന്ന സമയത്ത്, അല്ലാതെ ജീവിതം ഉപയോഗിക്കണം എന്നല്ല പറയണം. എത്രയും വേഗം എന്ന് ഉദ്ദേശിക്കുന്നത്
എടുക്കുന്ന ജന്മങ്ങളുടെ എണ്ണം കുറയ്ക്കുക. പറ്റുമെങ്കിൽ അടുത്ത ജന്മം തന്നെ എടുക്കാതെ തന്നെ ഈ ജന്മം അവസാനിക്കുന്ന സമയത്ത് അടുത്തത് ഭഗവാന്റെ അടുത്തേക്ക് പോവുക. അവിടെ പോയി ഭഗവാന്റെ സേവനങ്ങളിൽ സക്രിയരായ. കാരണം ഇവ സക്രിയരാണ് എപ്പോഴും ഈ ജീവാത്മാവ്. കാരണം ഭഗവാന്റെ ധാമത്തില് എപ്പോഴും സദാസമയം ഭഗവാനെ ഓരോ തരത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, എല്ലാ ജീവാത്മാക്കളും. പക്ഷെ നമ്മൾ സ്വതന്ത്രരായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനം എന്നൊരു ഒരു അവസ്ഥ വന്നപ്പോ, ആസ്വദിക്കണം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് നമ്മളിവിടെ ഈ ഭൗതിക ലോകത്തേക്ക് പതിച്ചു പോയത്, അല്ലെ? വീണുപോയതാണ് നമ്മൾ. ആക്ച്വലി നമ്മൾ വീണുപോയതാ ശരിക്കും പറഞ്ഞു. നമ്മളൊരു വലിയൊരു നിലയിലുണ്ടായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ തന്നെ അജ്ഞാനം കാരണം നമ്മൾ സ്വയം ഒരു സ്വാമിയാവാനുള്ള, സ്വാമി എന്ന് വെച്ചാൽ എന്താണ്, യജമാനനാവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇവിടെ താഴെ നിബന്ധിച്ചു പോയതാണ്. അപ്പൊ അത് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് വെറുതെ ഇരിക്കാൻ ഒരിക്കലും പറ്റില്ല. വെറുതെ ഇരിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം പ്രഭുപാദയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. 4 തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ലേസി ഇന്റലിജന്റ്, ആക്റ്റീവ് ഇന്റലിജന്റ്, ലേസി ഫുൾ, ആക്റ്റീവ് ഫുൾ, അല്ലെ? ലേസി മടിയനായിട്ടുള്ള ബുദ്ധിമാൻ. രണ്ടാമത്തത് സക്രിയനായിട്ടുള്ള ബുദ്ധിമാൻ. പിന്നെ മടിയനായിട്ടുള്ള വിഡ്ഢി. പിന്നെ വളരെ സക്രിയനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു വിഡ്ഢി. ഇതിൽ ആരായിരിക്കും ഏറ്റവും അപകടകാരി? ആർക്കെങ്കിലും പറയാമോ? ഒരു ലേശി, ഒരു ഒരു എന്താ പറയാ, മടിയനായിട്ടുള്ള ഒരു ബുദ്ധിമാൻ, ഒരു വളരെ സക്രിയനായിട്ടുള്ള ഒരു ബുദ്ധിമാൻ, ഒരു മടിയനായിട്ടുള്ള ഒരു മഠയൻ, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മഠയൻ. ഇതിൽ ആരാണ് ഏറ്റവും അപകടകാരി? മടിയനായിട്ടുള്ള ബുദ്ധിമാൻ. അല്ല, അല്ല. ആക്റ്റീവ്, അതായത് ആക്റ്റീവായിട്ടുള്ള മടയനാണ് ഏറ്റവും വലിയ അപകടകാരി, അല്ലേ? മറ്റതൊക്കെ ഒരുവിധം നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷെ ഒരു മഹാവിഡ്ഢി എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്തായിരിക്കും അവസ്ഥ? നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ്. ആക്റ്റീവ് ഫൂൾസ് ആണ് ആക്ച്വലി നമ്മളെല്ലാം. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ, ആ ചെയ്യേണ്ടുന്ന കാര്യമല്ല ചെയ്യുന്നത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ പൊതുവെയുള്ള ജീവാത്മാക്കളെ പറ്റി, അത് പ്രത്യേകിച്ച് മനുഷ്യരെ പറ്റിയാണ് പറയുന്നത്. എല്ലാവരും ആക്റ്റീവ് ഫൂൾസ് ആണ് പ്രഭുപാദ് പറയുന്നത്, മിക്കവരും, അല്ലെ? ആക്റ്റീവ് ഫൂൾസ് ആയിട്ടാണ് കൂടുതൽ ആൾക്കാർ, എല്ലാവരും വെച്ചാൽ മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ചെയ്യണത്. ഞാൻ വലിയ ഗ്രേറ്റ് ആണ്, ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന മൊത്തം മണ്ടത്തരാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും ഇല്ല. വീണ്ടും പലതരത്തിലുള്ള ആൾക്കാരെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാള് ഞാൻ ചെയ്യുന്നത് സ്വയം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്ത ഒരുതരം ആൾക്കാർ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുന്ന ഒരാൾക്കാർ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്ത ഒരാൾക്കാർ, ഇങ്ങനത്തെ പലതരം ആൾക്കാരും ഉണ്ട്, അല്ലെ? ഞാൻ എന്താ പറയാ, തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്തൊരാൾക്കാർ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ, എനിക്കെല്ലാം അറിയാന്നുള്ള ആൾക്കാർ. ഇങ്ങനെ 4 ആൾക്കാരെ പറ്റി പ്രഭുപാദ് പറയുന്നു ചില സ്ഥലങ്ങളിൽ. അതായത് എനിക്കെല്ലാം അറിയാമെന്നുള്ള ആൾക്കാർ, എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് അറിയുന്ന ആൾക്കാർ, എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് അറിയുന്ന ആൾക്കാർ, എനിക്കെല്ലാം അറിയാന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് അറിയുന്ന ആളാണ് കുറച്ചുകൂടെ ഏറ്റവും ഇതിൽ തമ്മിൽ ഭേദം. കാരണം അയാള് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, പഠിക്കാനായിട്ട് ശ്രമിക്കും. എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് മണ്ടത്തരം കാണിക്കുന്ന ഒരു ഫുള്ളാണെങ്കിൽ എന്തായിരിക്കും, വിഡ്ഢിയാണെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ, അല്ലെ? വീട് മൊത്തം തീ കത്തിക്കും, അല്ലെ? നമ്മൾ കണ്ടിട്ടുള്ള പല ആൾക്കാരും, അല്ലെ, പല എക്സ്പെരിമെന്റ് നടത്തിയിട്ട് മണ്ടന്മാരും ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ചുറ്റും കാണുന്നുണ്ട് അങ്ങനെ മണ്ടത്തരങ്ങൾ. ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് കാണിച്ചിട്ട് സ്വയം ബുദ്ധിമാനെന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് മണ്ടത്തരം കാണിക്കുന്ന ഈ ആക്റ്റീവ് ഫൂൾസിനെ നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും, പല മേഖലകളിലും. എടുത്തും പറയുന്നില്ല ആരൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആക്റ്റീവ് ഇന്റലിജന്റ് ആവുക നമ്മൾ, അല്ലാതെ വെറും മടിയനായിട്ട് ബുദ്ധിയുണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മളൊരു കാര്യം പ്രാക്ടിക്കലി ചെയ്തില്ലേ പിന്നെ ബുദ്ധിയുണ്ടെന്നോട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല എന്ന് പറയും പോലെയാണ്. അപ്പൊ നമ്മൾ ഭഗവാൻ ആ ഒരു വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അല്ലെ? അനിമൽസ്, മറ്റു മൃഗങ്ങളെക്കാളും വിശേഷിച്ചിട്ട് നമുക്ക് ബുദ്ധി തന്നില്ല. ധർമ്മം, ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള അവസ്ഥ, അല്ലെ? ആഹാര നിദ്ര ഭയമേതുനം സമാനമേത പശുവീർനരാണം ധർമ്മോദിഹേഷോ അധികോ വിശേഷോ ധർമ്മേ നഹീന പശുവീർനരാണം. വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്, ധർമ്മം അധർമ്മം ഒക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അതെല്ലാം രണ്ടു കൂട്ടരും, മൃഗങ്ങളും മനുഷ്യരും ആഹാരം കഴിക്കുന്നുണ്ട്.
ഉറങ്ങുന്നുണ്ട് അല്ലെ, സന്താനോൽപാദനം നടത്തുന്നുണ്ട്, ഭയം എന്ന് പറയുന്നത് മത്സരം നടത്തുന്നുണ്ട് അല്ലെ, നിലനിൽപ്പിനുള്ള മത്സരം നടത്തുന്നുണ്ട്, കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇതില് വിശേഷ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യനും ഇരുകാലി മൃഗം തന്നെയാണ്, അതിൽ നിന്ന് യാതൊരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാൻ തന്ന ശരീരത്തെ എന്തിനാണോ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രങ്ങളും ആചാര്യന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ, നമ്മൾ പ്രത്യേകിച്ച് പുതിയ ഫിലോസഫി കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ പുതിയ തിയറി കണ്ടുപിടിക്കുകയോ ഒന്നും ആവശ്യമില്ല. എന്നാണ് പൂർവാചാര്യന്മാര് പറഞ്ഞത്. അവർ ജീവിതത്തിൽ കാണിച്ചു തന്നത് ചില പ്രഭുപാദർ, നമ്മുടെ ഇസ്കോണിലെ വലിയ സീനിയർ ഭക്തന്മാർ, സന്യാസിമാരൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും എന്താ പറയാ 5000 വർഷം മുമ്പ് മഹാഭാരതത്തിൽ മാത്രം നടന്ന കാര്യങ്ങളോ കഥകളോ അല്ലേ ഇത്. ഇന്നും നമ്മുടെ മുമ്പിൽ ഇന്നും ഇത് വളരെ പ്രായോഗികമായിട്ട് ചെയ്ത് കാണിച്ചിരുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ഇത് നമുക്ക് എന്താ, നമുക്ക് അതുപോലെ ചെയ്ത എന്താ ബുദ്ധിമുട്ട്? അല്ല നമുക്ക് പറയും, അയ്യോ അതൊക്കെ അന്ന് ചെയ്താണ് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ ഇന്നും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നിലയിൽ മഹാഭക്തന്മാർ നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തരുന്നില്ലേ? നമുക്ക് അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാനും പറ്റും. ഒരു ഇത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമേ അല്ല, വളരെ നിസ്സാരം, വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് എളുപ്പമുള്ള കാര്യം പറഞ്ഞു കൊടുത്താൽ വേണ്ട അവർക്ക്. അവർക്ക് വളരെ ചുറ്റി വളഞ്ഞുള്ള കാര്യം പറഞ്ഞാലേ അവർക്ക് പറ്റും. അല്ലാതെ നോർമലി ഞാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല, അവർക്ക് ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും കുറച്ച് ആൾക്കാർ കുറച്ച് തീയും പുകയും തലകുത്തിന് നിൽക്കുകയും എന്താ പറയാ ശരീരം വളച്ചും ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തിട്ടും അങ്ങനത്തെ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ അത് ആൾക്കാർക്ക് ഒരു ബോധ്യമാവും. പക്ഷെ സകല ശാസ്ത്രങ്ങളും പറയുന്നു, നമ്മൾ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ എത്രയോ ജന്മം ചെയ്ത തപസ്സിന്റെയും യോഗയുടെ ഒക്കെ ഫലമായിട്ട് കിട്ടുന്ന ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്ന, ഭക്തി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. ഒരുപാട് പുണ്യവും ധർമ്മവും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇത്. ഭഗവാന്റെ നാമം ആര് ജപിക്കുന്നോ അവരുടെ ജീവിതം സാർത്ഥകമായി തീരും എന്നാണ് സകല ശാസ്ത്രങ്ങളും പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് പ്രഭുപാദന് അവസാനം പുറപ്പെട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് സന്യാസം ഉൾപ്പെട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ ആയാലും അത് ഭഗവാനെ മനസ്സിലാക്കാനും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലെ. അതായത് കൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ടല്ലോ ഗീതയില്, സർവസ്യചാഹം കൃഷ്ണനിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനോപഹോനഞ്ച വേദേശ സർവേ അഹമേ വേദ്യ വേദാന്തകൃപേദ വിദേഹചാഹം. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സംഭവം തീർന്നു. വളരെ സിമ്പിൾ ആണ്. ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പഞ്ചരാത്രം എന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആഗമം. പഞ്ചരാത്രത്തിൽ പറയുന്നുണ്ട്, ആരാധിതോ യതി ഹരിസ്തപസാതയ്ക്കും നാരാധിതോ യതി ഹരിതപസാതയ്ക്കും അന്തർബഹിർയാദി ഹരിതപസാതയ്ക്കും നാന്തർബഹിർയാദി ഹരിതപസാതയ്ക്കും. ഒരു വ്യക്തി ആരാധിതോ യതി ഹരിതപസാതയ്ക്കും, വളരെ എന്താ പറയാ ആചാര്യന്മാരുടെയും ശാസ്ത്രങ്ങളുടെയും അനുസരണമായിട്ട് ഹരിയെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ തപസ് എന്തിനാണ്? ഭഗവാന് ഭക്തി സേവനം ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ തപസ് അനുഷ്ഠിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലും പുറത്തും കൃഷ്ണനെ കാണുകയാണെങ്കിൽ നിങ്ങൾ വേറെ മറ്റു തപസ്സിയുടെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഉള്ളിലും പുറത്തും കൃഷ്ണനെ കാണുന്നില്ലെങ്കിൽ ഒരു തപസ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതാണ് പഞ്ചരാത്രം പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ചുരുക്കം എന്താണ്? ഈ ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാനെ പറ്റി മനസ്സിലാക്കി ഭഗവത് ധാമത്തിൽ തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള ഒരു നിർദ്ദേശം ശാസ്ത്രങ്ങളും ആചാര്യന്മാരും തരുന്നതാണ്. അല്ലെ, നമ്മൾ ഇത്രയും ചെയ്യുന്ന തപസ്യയുടെ എല്ലാത്തിന്റെ അവസാനം എന്താണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ മനസ്സിലാക്കുക, നമ്മളാരാണ് മനസ്സിലാക്കുക, നമ്മളും ഭഗവാൻ ബന്ധമാണെന്ന് മനസ്സിലാക്കുക, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ചുരുക്കം. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം എടുക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അല്ലെങ്കിൽ പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം. നമുക്കൊരു 7 മിനിറ്റ് ബാക്കിയുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജീസ്. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഐശ്വര്യമാതിച്ച് കാണുന്നില്ല. അപ്പൊ നമുക്കിവിടെ കഥാമന്ത പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് അടുത്ത് അടുത്ത ഭഗവാൻ നൈറ്റ് ഡ്രസ്സിംഗ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാന് രാത്രി ഭഗവാന് ഉറക്കാനായിട്ടുള്ള സേവയുണ്ട്. അപ്പൊ പോണം. ഇവിടെ നിർത്തുകയാണ് ഞാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.